ഈ പ്രമേഹ രോഗി പ്രമേഹമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പോസിബിൾ ആണ്. പ്രമേഹത്തിന് വേണ്ടി നമ്മൾ മരുന്നെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. ഈ ചില ആൾക്കാർക്ക് ഇൻസുലിൻ വേണ്ടാത്ത സാഹചര്യം വരും. നമസ്കാരം, ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ്, ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെന്റർ, വിമല ഹോസ്പിറ്റൽ, ഏറ്റുമാനൂർ, കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടന്റ് എൻഡോക്രിനോളജിസ്റ്റുമാണ്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി നിറഞ്ഞു നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡയബറ്റീസ് റിമിഷൻ. അപ്പൊ ഇതിനെക്കുറിച്ച് ഇപ്പോഴും ആൾക്കാർക്ക് ചില കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ ഒരു സയൻസ് ഒന്ന് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഡയബറ്റീസ് റിമിഷൻ? പ്രമേഹം പൂർണ്ണമായി മാറുക എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യൂർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ക്യൂർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ റെമിഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. റെമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രമേഹത്തിന് വേണ്ടി ചികിത്സ എടുക്കുന്ന ഒരു വ്യക്തി, അത് ടാബ്ലറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻസുലിൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതുപോലെയുള്ള ചികിത്സ ഉപയോഗിച്ച് പ്രമേഹം നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ചികിത്സ ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് പ്രമേഹം നിയന്ത്രണത്തിൽ നിൽക്കുന്നു. ഇതാണ് ഡയബറ്റീസ് റിമിഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള കാര്യം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഇതിന്റെ സയൻസ് നമ്മളൊന്ന് ഇച്ചിരി മനസ്സിലാക്കണം. അപ്പോ പ്രമേഹം തുടങ്ങാനായിട്ടുള്ള അല്ലെങ്കിൽ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ പോസിറ്റീവ് കാലറി ഇൻടേക്ക് ആണ്. നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ് അല്ലെങ്കിൽ കുട്ടികളിൽ വരുന്ന പ്രമേഹം ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ ടൈപ്പ് 2 ഡയബറ്റീസിൽ അത് മുതിർന്നവരിൽ വരുന്ന പ്രമേഹം തുടങ്ങുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ പോസിറ്റീവ് കാലറി ബാലൻസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ആ കാലറീസ് എടുക്കുന്നു, അത്രയും നമ്മൾ കത്തിച്ച് കളയുന്നില്ല. ഇത് വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. കാരണം നമ്മളൊരു ബിരിയാണി കഴിച്ചാൽ അതിൻ്റെ അകത്ത് 800-900 കാലറി ഉണ്ട്. ഒരു 100 കാലറി കത്തിക്കണമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നടക്കണം. നിങ്ങൾ ജിമ്മിൽ പോയി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ 9 മണിക്കൂർ എക്സസൈസ് ചെയ്താലേ ഉള്ളൂ ഒരു ബിരിയാണിയുടെ അത്രയും കാലറി കത്തിച്ച് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ പറഞ്ഞതിന്റെ പൊരുൾ എന്ന് വെച്ചാൽ കാലറി എടുക്കാൻ നമുക്ക് വളരെ എളുപ്പവും അത് ബേൺ ചെയ്ത് കളയാൻ വളരെ ഡിഫിക്കൽട്ടുമാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നമ്മൾ ആരും ഹാർഡ് ഫിസിക്കൽ ലേബർ ചെയ്യുന്ന ആൾക്കാരല്ല. എല്ലാവരും എന്തെങ്കിലും ഒരു ഡെസ്ക് ജോബോ അല്ലെങ്കിൽ ബ്രെയിൻ ഉപയോഗിച്ചൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അതിൽ നമുക്ക് ഇത്രയും സമയം നമുക്ക് ഈ കഴിക്കുന്ന അത്രയും കത്തിച്ച് കളയാനായിട്ടുള്ള സാഹചര്യമില്ല. പിന്നെ നമ്മൾ 3 നേരം മീൽസ് കഴിക്കുന്നു, അതിൻ്റെ അകത്തെല്ലാം ഹൈ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മൾ സ്നാക്സും എടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഹൈ കാലറി ഇൻടേക്കിലേക്ക് നമ്മളെ കൊണ്ടുവരുത്തും. അത്രയും ബേൺ ചെയ്യുന്നില്ല. പോസിറ്റീവ് കാലറി ബാലൻസ് ആവും. പോസിറ്റീവ് കാലറി ബാലൻസ് ആകുമ്പോൾ ഈ ബേൺ ചെയ്യാൻ പറ്റാത്ത ഉള്ള കൊഴുപ്പ് അല്ലെങ്കിൽ ആ എനർജി, ആ ഊർജം ഫാറ്റായി ബോഡി ആദ്യം ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ ലിവറിൽ ആ ഫാറ്റ് കൂടി വരുന്നതനുസരിച്ച് ലിവർ ഇൻസുലിന്റെ പ്രവർത്തനത്തിന് റെസിസ്റ്റന്റ് ആവുന്നു. അങ്ങനെ ഇൻസുലിന്റെ പ്രവർത്തനത്തിന് റെസിസ്റ്റന്റ് ആകുമ്പോൾ ലിവറിൽ നിന്നുണ്ടാവുന്ന ഗ്ലൂക്കോസിന്റെ അംശം കൂടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫാസ്റ്റിംഗിൽ നമ്മൾ നമ്മളൊന്നും കഴിച്ചിട്ടില്ലല്ലോ, 8 മണിക്കൂർ 12 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ട് എഴുന്നേൽക്കുമ്പോൾ പ്രമേഹ രോഗിയാവാൻ സാധ്യതയുള്ള വ്യക്തികളിൽ ഫാസ്റ്റിംഗ് ഷുഗർ കൂടി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഇത് ഉണ്ടാവുന്നത് ലിവറിൽ നിന്നാണ്. അപ്പൊ ലിവറിനകത്തുനിന്ന് ഈ ഗ്ലൂക്കോസ് കൂടുതൽ റിലീസ് ചെയ്യുന്നു. ലിവർ ഇൻസുലിന്റെ ആക്ഷന് റെസിസ്റ്റന്റ് ആവുന്നു. അപ്പൊ അങ്ങനെ ഫാസ്റ്റിംഗ് കൂടാൻ തുടങ്ങുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ ലിവർ നിറഞ്ഞു കഴിയുമ്പോൾ ഈ കൊഴുപ്പെല്ലാം കൂടി കുറെ എക്സ്പോർട്ട് ചെയ്ത് പാൻക്രിയാസ് ഗ്രന്ഥിയിലും ചെന്ന് അടിയുന്നു. അപ്പൊ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെൽസ് പ്രവർത്തനം കുറയുന്നു. അപ്പോൾ കഴിച്ചു കഴിയുമ്പോൾ ഇൻസുലിൻ ആവശ്യത്തിന് ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് കഴിച്ചു കഴിയുമ്പോൾ ഉള്ള ഷുഗറും കൂടുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് പ്രമേഹം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു സൈക്കിളിനെ, ഈ ഒരു തിയറിയെ നമ്മൾ ട്വിൻ സൈക്കിൾ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലിവറിന്റെ അകത്തൊരു സൈക്കിള്, പാൻക്രിയാസിന്റെ അകത്തൊരു സൈക്കിള്. അപ്പൊ ഇത് രണ്ടും ഈ കൊഴുപ്പടിച്ചു ചേർന്ന് ഈ സൈക്കിളിന്റെ പ്രോഗ്രഷന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹ രോഗം മുതിർന്നവരിൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളിത് ഈ സൈക്കിളിനെ തിരിക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് ഈ ഡയബറ്റീസ് റിമിഷനിൽ. എന്ന് വെച്ചാൽ പഠനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന കൗണ്ടർ പോയിന്റ് സ്റ്റഡി, അതുപോലെ തന്നെ ഡയറക്റ്റ് സ്റ്റഡി, ഇതുപോലെയുള്ള പല പാശ്ചാത്യ രാജ്യത്തിൽ, പ്രത്യേകിച്ച് UK ഞാൻ ട്രെയിൻ ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂകാസലിലാണ്. 10 വർഷത്തോളം ഞാൻ അവിടെ പഠിക്കുകയും അത് കഴിഞ്ഞ് അവിടെ കൺസൾട്ടന്റായി ഇംഗ്ലണ്ടിൽ വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് അവിടെ എന്റെ പ്രൊഫസറായിരുന്ന പ്രൊഫസർ റോയ് ടൈലറാണ് ഈ പഠനങ്ങളെല്ലാം മിക്ക പഠനങ്ങളും ഇതിനെ അനുബന്ധിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അപ്പൊ അദ്ദേഹം നടത്തിയിരിക്കുന്ന കാർഡിനൽ സ്റ്റഡീസ് ആണ് കൗണ്ടർ പോയിന്റ് സ്റ്റഡി, പിന്നെ അതുപോലെ തന്നെ UK നടത്തിയിരിക്കുന്ന ഡയറക്റ്റ് സ്റ്റഡി. അപ്പൊ ഈ സ്റ്റഡിയിലെല്ലാം അദ്ദേഹം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാമെങ്കിൽ ഈ ലിവറിന്റെ അകത്തും പാൻക്രിയാസ് ഗ്രന്ഥിയുടെ അകത്തും അടിഞ്ഞു ചേരുന്ന കൊഴുപ്പ് നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും. ആ മാറ്റുന്നതിലൂടെ ഈ പ്രമേഹ രോഗം ഉണ്ടായ ആ സർക്കംസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യുകയും ഈ പ്രമേഹ രോഗി പ്രമേഹമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പോസിബിൾ ആണ്. അത് ആദ്യത്തെ ഒരു 5 വർഷത്തിൽ അത് കൂടുതൽ ചാൻസ് ഉണ്ട്. ഒരു 5 ഇയേഴ്സ് പ്രമേഹം ഒരു 5 വർഷം ക്രോസ് ചെയ്താൽ
നമുക്ക് അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു സിഗ്നിഫിക്കന്റ് വെയിറ്റ് ലോസ് വരണം. ഒരു 10 കിലോ 12 കിലോ ഒക്കെ കുറയുമ്പോഴാണ് ഈ ഒരു എഫക്റ്റ് കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ഡയബറ്റീസ് റിമിഷൻ എന്ന് പറയുന്നത്. സാധാരണ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ വരും, കമന്റ് ബോക്സിലും ചിലപ്പോൾ ചോദ്യങ്ങൾ വരാം, എനിക്ക് പക്ഷെ അത്ര വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, അപ്പൊ ഞാൻ എങ്ങനെ ഈ 10 കിലോ കുറയും? അപ്പൊ ഇവിടെ ആ ചോദ്യം പ്രസക്തമാണ്. ഇപ്പൊ നമുക്ക് പേഴ്സണൽ ഫാറ്റ് ത്രഷോൾഡിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ കൺസേൺഡ് ആവേണ്ടത്. എന്ന് വെച്ചാൽ ഓരോ വ്യക്തിക്കും അവർക്ക് മെറ്റബോളിക് കോംപ്രമൈസ് വരാതെ അല്ലെങ്കിൽ പ്രമേഹം അതുപോലെയുള്ള പ്രശ്നങ്ങൾ വരാതെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും ഫാറ്റ് ഒരാൾക്കൊരു ത്രഷോൾഡ് ഉണ്ട്. ഈ ത്രഷോൾഡ് നമ്മൾ ക്രോസ് ചെയ്താൽ നമ്മൾക്ക് അധികം വെയിറ്റ് ഇല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിന് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ലിവറിൽ കൂടുതൽ അടിഞ്ഞു ചേരുന്നു, പാൻക്രിയാസിൽ കൂടുതൽ അടിഞ്ഞു ചേരുന്നു. അപ്പോൾ നമുക്ക് ഈ പ്രമേഹം പോലത്തെയുള്ള മെറ്റബോളിക് ഡിസീസസ് വരാനായിട്ടുള്ള സാധ്യത കൂടുന്നു. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ പേഴ്സണൽ ഫാറ്റ് ത്രഷോൾഡിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈവൻ മെലിഞ്ഞ വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾ 10 കിലോ കുറഞ്ഞില്ലെങ്കിലും കുറച്ച് വെയിറ്റ് റെഡ്യൂസ് ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ ഡയബറ്റീസിനെ അത് ഹെൽപ്പ് ചെയ്യും. റിമിഷനിലേക്ക് പോകാനായിട്ട് അത് നമ്മളെ ഒരു പരിധി വരെ സഹായിക്കും. റിമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ വന്നാൽ നമുക്ക് 3 നേരം ഐസ്ക്രീം കഴിച്ചാലും നമ്മുടെ ഷുഗർ ഉണ്ടാവില്ല എന്നുള്ളതല്ല. അതേപോലത്തെ ഉള്ളൊരു സ്ട്രിക്റ്റ് ഡയറ്ററി റെജീം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു വില നമ്മൾ കൊടുക്കാൻ തയ്യാറാവണം. വെയിറ്റ് റീഗെയിൻ ചെയ്താൽ ഈ പ്രമേഹവും തിരിച്ചു വരും. അതുകൊണ്ട് ഇതൊരു പൂർണ്ണമായ ഒരു ക്യൂർ എന്നല്ല. പക്ഷെ നമുക്ക് പ്രമേഹത്തിന് വേണ്ടി നമ്മൾ മരുന്നെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് മരുന്ന് നിർത്താൻ പറ്റും. ഈ ചില ആൾക്കാർക്ക് ഇൻസുലിൻ വേണ്ടാത്ത സാഹചര്യം വരും. അപ്പോൾ ഒരു ഡയബറ്റീസ് റിമിഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അത് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. പക്ഷെ അതിന് നമുക്ക് 3 കാര്യങ്ങൾ വേണം: ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ. കാരണം നമുക്ക് സാധാരണ ആൾക്കാർ കഴിക്കുന്ന എല്ലാ കാര്യങ്ങളും കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആ ഒരു വില നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, അത് മാത്രമല്ല അത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ഇതൊരു സ്പ്രിന്റ് അല്ല, ഇതൊരു മാരത്തോൺ ആണ്. അതുകൊണ്ട് 10 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി അഡ്മിറ്റായി 2 ആഴ്ചത്തേക്ക് ഈ ഒരു രീതിയിലുള്ള ഡയറ്റ് എടുത്ത് ഷുഗർ കുറച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഇത് എപ്പോഴും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ആ ഒരു ഡിസിപ്ലിനും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഡയബറ്റീസ് റിമിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് പോസിബിൾ ആണ്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ശരിക്കും പരിശ്രമിക്കുകയും വേണം. ആ പരിശ്രമം എപ്പോഴും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതുകൊണ്ട് ഈ ഡയബറ്റീസ് റിമിഷൻ എന്നുള്ളൊരു അല്ലെങ്കിൽ ഡയബറ്റീസ് ക്യൂർ എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക. ഇതാണ് അതിന്റെ പുറകിലുള്ള സയൻസ് എന്ന് മനസ്സിലാക്കുക. അതൊരു സയന്റിഫിക്കലി പ്രൂവൺ പ്രിൻസിപ്പിൾ ആണ്, ഒരു പ്രതിഭാസമാണ്. പക്ഷെ അതിനുവേണ്ടി എപ്പോഴും നമ്മൾ ഒരു കെയർ എടുത്ത് ഈ ഒരു വെയിറ്റ് റിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മളത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. റീഗെയിൻ ചെയ്താൽ ഇതെല്ലാം തിരിച്ചു വരും. അല്ലാതെ ഇത് ചെയ്തു കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ നമ്മൾക്ക് ഇതെല്ലാം റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 2 നേരം ഐസ്ക്രീം കഴിച്ച് കുഴപ്പമൊന്നുമില്ല, പ്രമേഹ രോഗം ഇല്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു തെറ്റായ അണ്ടർസ്റ്റാൻഡിങ് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് അതിന്റെ പുറകിലുള്ള സയൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.